മറ്റൊരു വാർത്തയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വിശദമായ കണക്കുകൾ സമർപ്പിക്കാൻ വൈകി എന്നാണ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലെ കുറ്റപ്പെടുത്തൽ. ദുരന്തങ്ങൾ രാഷ്ട്രീയമാകരുതെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അമിത് ഷായെ കണ്ടിരുന്നു. ഇക്കാര്യത്തിൽ മറുപടി എന്താണെന്നുള്ളത് എഴുതി നൽകാം എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നത്. വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങളോട് കേന്ദ്രം അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന ആവശ്യമായിരുന്നു ആ സംഘം കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്താണ് മറുപടിയിൽ പറയുന്നത്? കുറ്റപ്പെടുത്തലാണോ? ഗോപികൃഷ്ണൻ, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ 24 അംഗ എം പിമാരുടെ സംഘം ആണ് ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കണ്ടത്. വയനാട് വിഷയത്തിലുള്ള കേന്ദ്ര സഹായം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംഘം നൽകിയ നിവേദനത്തിന് ഇന്നലെ മറുപടി നൽകാമെന്നായിരുന്നു അമിത്ഷാ ഉറപ്പ് നൽകിയത്. അതനുസരിച്ച് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധിക്ക് അമിത്ഷാ മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടി അടക്കം പ്രിയങ്ക ഗാന്ധി പങ്കുവച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ദുരന്തങ്ങൾ രാഷ്ട്രീയമാകരുതെന്നും അത്തരം ദുരന്തങ്ങളുടെ ഇരകളെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങൾ മാനവികതയ്ക്കും അനുകമ്പയ്ക്കും മുൻഗണന നൽകണം എന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അവർ ഒഴിവുകഴിവുകൾ ആവശ്യമില്ല. അവരുടെ ജീവിതം അന്തസ്സോടെ പുനർനിർമ്മിക്കാൻ അവർക്ക് അടിയന്തര സഹായം ആവശ്യമാണ് എന്നുമുള്ള കുറിപ്പോട് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഈ അമിത്ഷായുടെ മറുപടി കത്ത് പങ്കുവച്ചിരിക്കുന്നത്. 3 പേജുള്ള ഈ മറുപടി കത്തിൽ ഈ വയനാട് ദുരന്തം ഉണ്ടായത് മുതൽ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ അത് കൃത്യമായി തന്നെ തീയതി അനുസരിച്ച് ഉള്ള മറുപടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവച്ചിരിക്കുന്നത്. ഈ ദുരന്തം നടന്ന 30/7/2024 തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രസേനയെ അയച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു തുടങ്ങി. ഈ ദുരന്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആശയവിനിമയം അത് അടക്കമുള്ള വിശദമായ വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. പരോക്ഷമായ വിമർശനമാണ് ഈ കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള 24 അംഗ എം പിമാരുടെ സംഘം നൽകിയ നിവേദനത്തോടുള്ള അമിത്ഷായുടെ പ്രതികരണത്തിൽ അതിനൊരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ട് എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അമിത്ഷാ. നിവേദനം നൽകിയത് 3.5 മാസം കഴിഞ്ഞാണ് എന്ന കുറ്റപ്പെടുത്തലും മറുപടിയിലുണ്ട്.